ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മക്കറോണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വൈറ്റ് സോസ് മക്കറോണി. അത് ചീസി ആയിട്ടും ക്രീമി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ ഇതുപോലെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മക്കറോണി ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പാസ്ത വേണമെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. നമ്മുടെ മക്കറോണി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം മാറ്റി ഊറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ ഇതുപോലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കം ആണ്. എൻ്റെ കയ്യിൽ ഇതുപോലെ പല കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കിപ്പോൾ കോൺ വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കനാണ്, അത് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്കിപ്പം മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിനി അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദ. നമ്മളിപ്പോൾ മൈദ ഡയറക്റ്റ് പൊടി അതിലേക്ക് ഇടുവാണെങ്കിൽ പെട്ടെന്ന് കട്ട കിട്ടും. അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളത്തിൽ നമ്മൾ ഒന്ന് ചാലിച്ചിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് പാലാണ് കേട്ടോ. പാല് നമ്മൾ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഒന്നിച്ച് 1 ഗ്ലാസ് പാലും ഒഴിക്കരുത്. നമ്മുടെ മൈദയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. കണ്ട ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കട്ടയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്ലോയിൽ ചെയ്യണം കേട്ടോ. ഇത് ചെറു തീയിൽ വേണം ഇട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കുറുകി വരികയുള്ളൂ. ഞാനിവിടെ 1 ഗ്ലാസ് പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മൈദ ഇട്ടുകൊണ്ടുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ക്രീമി ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ആ ഒരു പാല് നമുക്ക് കുറുകി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ മൈദ ചേർക്കുന്നത്. കണ്ടോ, ഇപ്പോൾ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് എരിവിന് വേണ്ടി പൊടികളാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം എരിവാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ വൈറ്റ് സോസ് ഇല്ലേ, അതിൽ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടപ്പോൾ അത് പാസ്തയിലെല്ലാം നല്ലതായിട്ടൊന്ന് പിടിക്കും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചിക്കൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതുപോലെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങളുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കനൊന്നും ഒത്തിരി ഉടഞ്ഞു പോകരുത് കേട്ടോ, അല്ലെ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒന്നും കടിക്കാനൊന്നും കിട്ടത്തില്ല. അപ്പം ഒത്തിരി ഉടയാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് മിക്സഡ് ഹെർബാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ. ഒരു നിർബന്ധവും ഇല്ലത് ചേർക്കണമെന്ന്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ഗ്രേറ്റഡ് ചീസാണ്. ഈ ചീസും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ലതായിട്ടിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മക്കറോണി ഇൻ വൈറ്റ് സോസ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇത് ചൂടോടെ വേണം നമ്മൾ കഴിക്കാനായിട്ട്, അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു, ബൈ.